ഇത് നിങ്ങൾ അറിഞ്ഞില്ലേ? സംഖ്യകളുടെ ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് തെറിപ്പിച്ചു. ആര് തെറിപ്പിച്ചു? നമ്മുടെ ശിവൻകുട്ടി സാഹു അങ്ങ് തെറിപ്പിച്ചു. ഇനിയിപ്പോൾ അവിടെ ഭരിക്കാനായിട്ട് പോകുന്നത് കമ്മികളാണ്. അതിൽ മേയറാവാൻ പോകുന്നത് ആരാ? നമ്മുടെ ശിവൻകുട്ടി സാഹുവാണ് മേയറാവാനായി പോകുന്നത്. ഇനിയിപ്പോൾ ഈ രാജിവെച്ചവരെല്ലാം ഇനിയിപ്പോൾ ഈ പറയുന്ന രീതിയിൽ അസാധുവാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അവിടെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്ക് അതിൽ ഒരു സീറ്റിൽ നമ്മുടെ ശിവൻകുട്ടി സാഹു എന്ന് മത്സരിച്ചിട്ട് അവിടെ മേയർ ആവാനായിട്ടുള്ള പുറപ്പാടിലാണ് എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ശിവൻകുട്ടി സാറാണ് ഇനിയിപ്പോൾ നമ്മുടെ മേയർ. വി രാജേഷിൻ്റെ ഈ ഒരു ഭരണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ജനങ്ങൾ ഇനിയിപ്പോൾ ശിവൻകുട്ടി സാഹിബിനെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ചുകൊണ്ട് മേയറാക്കുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹൈക്കോടതി വിധി നമ്മൾ മാനിക്കണമെന്നാണ് ഈ പറയുന്ന ശിവൻകുട്ടി സാഹിബ് പറയുന്നത്. മേയറും ഡെപ്യൂട്ടി മേയറും രാജിവെക്കണം. അതോടൊപ്പം തന്നെ അസാധുവാക്കിയ എണ്ണം നോക്കുമ്പോൾ BJPക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും ചെയ്തു. ഇവരൊക്കെ ഇറങ്ങിയ സ്ഥിതിക്ക് ഞാൻ മേയർ ആവാനും കൂടി ശിവൻകുട്ടി സാഹിബ് പറയാതിരുന്നത് ഭാഗ്യമെന്ന് പറയാം. എന്തായാലും കൊള്ളാടേ, ഭരണം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇത് വായിക്കുമ്പോഴത്തേക്കും മനസ്സിലാവും. സഹാക്കന്മാരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത്. വല്ലാത്ത തരം അവസ്ഥ എന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്? ഇത് എന്തൊക്കെയായത് അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. ഹൈക്കോടതി പറഞ്ഞത് എന്തുവാണ്? ശിവൻകുട്ടി സാഹു പറയുന്നത് എന്തുവാണ്? എന്താണിത് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ്. വല്ലാത്ത തരം ഒരു ദയനീയ അവസ്ഥ എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് സഹാക്കന്മാരുടെ എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭരണം നഷ്ടപ്പെട്ടത് പിന്നാലെ തുടങ്ങിയ ഒരു തരം വല്ലാത്ത തരം വെപ്രാളം, ചൊറിച്ചിൽ ഒക്കെയാണ്. അതും സംഘികളോട് ഈ പറയുന്ന രീതിയിൽ അവരെ എങ്ങനെയും ഭരണത്തിൽ നിന്നും അട്ടിമറിക്കണം, ഞങ്ങൾക്ക് വീണ്ടും അധികാരം പിടിച്ചെടുക്കണം. കേരളത്തിലെ ഭരണം പോയി, കോർപ്പറേഷനിലെ ഭരണം പോയി, സ്വാഭാവികം. കാരണം ഇപ്പോൾ എവിടെയും ഭരണം ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെയും അവർക്ക് എന്താ പറയുക, വല്ലാത്ത തരത്തിലുള്ള ഒരു വെപ്രാളം കാണും. ഭരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുകയെ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വി രാജേഷ് നിങ്ങൾ രാജിവെച്ചിട്ട് ശിവൻകുട്ടി സാഹിബിനെ മേയറാക്കി ആ കസേരയിൽ ഇരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം കുറേ നാളായിട്ട് ഓരോന്നിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പുള്ളിക്ക് തന്നെ അറിയത്തില്ല പുള്ളി എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നുള്ളത്. പ്രത്യേകിച്ച് ഇതും കൂടെ വായിച്ചപ്പോഴത്തേക്കും എല്ലാത്തിനും തീരുമാനമായി. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഘികളെ ഒന്ന് താഴെ ഇറക്കാനായിട്ട് ഈ പറയുന്ന കമ്മി എഴുതുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. വെള്ളപ്പൊക്കം, അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ നായ്ക്കളുടെ ശല്യം പൊക്കിക്കൊണ്ടുവന്നു. പിന്നെ അതോടൊപ്പം തന്നെ സുഗതൻ, ഇപ്പോൾ അടുത്തത് സത്യപ്രതിജ്ഞ. ഒന്നും തന്നെ അങ്ങോട്ട് യേശുന്നില്ല എന്നുള്ളത് മറുവശം. എന്നാലും കുറച്ചെങ്കിലും ചിന്തിക്കാൻ ബോധമില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ പറയുന്ന സഹാക്കന്മാരോട്. കാരണം എന്ന് പറയുന്നത് നിങ്ങളെ അവിടുത്തെ ജനങ്ങൾ പ്രതിപക്ഷത്ത് ഇരുത്തി എന്നുള്ളത് ആദ്യം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സെങ്കിലും നിങ്ങൾ കാണിക്കണം. അല്ലാതെ ഞങ്ങൾ ഇനിയും അവരെ അട്ടിമറിച്ചുകൊണ്ട് ഭരണത്തിലേക്ക് കയറും എന്നുള്ള ഒരു വ്യാമോഹത്തിലല്ല നടക്കേണ്ടത്. നിങ്ങളെ പ്രതിപക്ഷത്തേക്ക് അങ്ങ് തഴഞ്ഞു ജനങ്ങൾ എന്നുള്ള ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. അതല്ല ഇനിയും നിങ്ങൾ അവിടെ ഈ പറയുന്ന മാതിരി എന്തെങ്കിലും തരത്തിലുള്ള വളഞ്ഞ വഴി നോക്കാനാണെങ്കിൽ പരിപൂർണമായിട്ട് നിങ്ങൾ ഇനി ഒരിക്കലും ഭരണത്തിൽ വരില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷം പോലും ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്താതെ അവിടുത്തെ ജനങ്ങളാക്കുമെന്നുള്ളത് മനസ്സിലാക്കണം. പോക്ക് ആ ഒരു രീതിയിലാണ്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ജയം മാത്രമല്ല തോൽവി കൂടി അംഗീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് വേണം. അതില്ലെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷക്കാരുടെ അവസ്ഥ ദയനീയമാണ് എന്നത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം 45 കൊല്ലം കണ്ട തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചു, 10 കൊല്ലം കേരളം ഭരിച്ചു, ആപ്പാടെ എന്താ പറയുക മത്ത് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാവുന്നത്. അതിൽ നിന്നും കെട്ടിറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലാവുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഇപ്പോഴും ഞങ്ങളാണ് ഭരണം എന്നുള്ള രീതിയിലൊക്കെയാണ് ഓരോന്ന് വിളിച്ച് പറയുന്നത്. നിങ്ങളുടെ ഭരണം മാറി, കേരളത്തിൽ നിങ്ങളുടെ ഭരണം മാറി, വലതുപക്ഷത്തിൻ്റെ ഭരണം വന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിങ്ങളുടെ ഭരണം മാറി, BJPയുടെ ഭരണം വന്നു. ജനങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ തഴഞ്ഞു? അതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രതിപക്ഷമായി നിന്ന് പോരാടൂ. ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ നോക്കൂ. ഇങ്ങനെയാണ് പോക്കെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കൂ എന്നല്ല തോന്നുന്നത്. പൂർണ്ണ തോതിൽ ഇപ്പോഴുള്ള വിശ്വാസം കൂടി ഇല്ലാതാക്കുന്ന തരത്തിലോട്ട് നിങ്ങൾ കാര്യങ്ങൾ മാറ്റാനാണ് ചാൻസസ് കൂടുതലായിട്ട് കാണുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വി രാജേഷിൻ്റെ ഭരണത്തിൽ പലർക്കും പല രീതിയിൽ കുരു പൊട്ടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കമ്മികൾക്ക് നല്ല രീതിയിൽ കുരു പൊട്ടുന്നുണ്ട് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. എന്തായാലും സംഘികളെ താഴെ ഇറക്കാം, വി രാജേഷിനെ ഇപ്പോൾ രാജിവെപ്പിച്ചിട്ട് ആ കസേരയിൽ കയറി അങ്ങ് ഇരിക്കാം എന്നൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞ ഒരു വ്യാമോഹം മാത്രമാണ്. എന്തായാലും 5 കൊല്ലം അങ്ങനെ ഭരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെയാണ് പോക്കെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞിട്ടും അവിടെ ഇടതുപക്ഷത്തിൻ്റെ പൊടി പോലും കാണാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല. വീണ്ടും സംഘികൾക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലോട്ടുള്ള ചെയ്ത്തുകളാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. കഷ്ടം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല.